സാങ്കേതിക സംവിധാനങ്ങൾ ഇത്രയേറെ വികസിച്ചിട്ടും ഇപ്പോഴും ആശംസാ കാർഡുകൾ പരസ്പരം കൈമാറുന്നത് മലയാളികളുടെ ഇഷ്ടപ്പെട്ട വിനോദമാണ്. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നിരവധി കാർഡുകളാണ് ആളുകൾക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്മസ് കാഴ്ചകളിലേക്ക്. ഇനി അങ്ങോട്ട് ക്രിസ്മസ് ന്യൂ ഇയർ കാർഡുകളുടെ കാലമാണ്. വ്യത്യസ്ത നിറങ്ങളോടും ചിത്രങ്ങളോടും കൂടിയ ആശംസാ കാർഡുകൾ വിപണിയിൽ സജ്ജമായി കഴിഞ്ഞു. പുതിയ സൗഹൃദങ്ങളെ കൂട്ടിച്ചേർക്കാനും പഴയ സൗഹൃദങ്ങളെ കൂട്ടിയിണക്കാനുമാണ് ആളുകൾ ആശംസകൾ എന്ന പേരിൽ കാർഡുകൾ പരസ്പരം കൈമാറുന്നത്. അത്തരത്തിൽ ക്രിസ്തുമസിനും ന്യൂ ഇയറിനും ഓരോ പ്രായക്കാർക്ക് മുന്നിലും നിരവധി ആശംസാ കാർഡുകളാണ് വിപണിയിൽ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കായി ഛോട്ടാ ഭീം ഉൾപ്പെടെ നിരവധി കാർട്ടൂൺ കഥാപാത്രങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. സ്കൂളിലെ ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയാണ് ഈ കൊച്ചുമിടുക്കി കാർഡ് വാങ്ങാൻ എത്തിയതും. എന്റെ സ്കൂളിലെ ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങി പോസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങുന്നത്. അതേസമയം കച്ചവടക്കാർക്ക് ഈ വിപണി വലിയ പ്രതിസന്ധിയാണ്. കച്ചവടം പഴയതുപോലുള്ള കച്ചവടങ്ങളൊന്നും ഇല്ല. പഴയ ആൾക്കാരും കുറച്ച് സ്കൂൾ കുട്ടികളും വന്ന് വാങ്ങിക്കുന്നുണ്ട്. പണ്ടത്ര കച്ചവടങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ സ്വപ്പം കുറവാണ്. കുട്ടികൾ പണ്ട് വലിയവരാണ് കൂടുതലും കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്കൂളിൽ LKG മുതലുള്ള 10ാം സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കാർഡ്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം അർച്ചന രവീന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.